ഹലോ, നമുക്ക് എല്ലാവർക്കും ഒരു മിനിമൽ മേക്കപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നമ്മുടെ ഫേസിലുള്ള ഫീച്ചേഴ്സിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ, പക്ഷെങ്കിൽ കുറച്ചൊരു നാച്ചുറൽ ലുക്കിൽ തന്നെ കിട്ടുന്ന രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രൊഡക്ട്സും ഉണ്ടാവണം അല്ലേ? അപ്പോൾ ആ ബേസിക് പ്രൊഡക്ട്സ് ഞാനും എൻ്റെ കയ്യിൽ എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളതിന് ഒരു ഭയങ്കര ഒരു മിനിമൽ ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലുക്കിലേക്ക് എത്താൻ വേണ്ടി ഞാൻ എപ്പോഴും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ നാച്ചുറൽ ലുക്കോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കൺസീലർ ആണ്. അപ്പം ഞാൻ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള മീൻസ് അത്രയും നല്ല സൂപ്പർ കവറേജോട് കൂടിയിട്ടുള്ള നിങ്ങളുടെ ഫേസിൽ ഇനി എന്തൊക്കെ രീതിയിലുള്ള പിമ്പിൾ വന്നിട്ടുള്ള സ്കാർസ് ആണെങ്കിലും അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മാക്സിമം കവറേജ് തരാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ളൊരു കൺസീലറാണ്. അപ്പോൾ ഇത് ടു ഫേസ്ഡിൻ്റെ സൂപ്പർ കവറേജ് കൺസീലർ ആണ്. ഞാൻ നിങ്ങളോട് മുന്നേയും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ കൺസീലർ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അതിന് മുന്നേ നമ്മുടെ കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് കൺസീലർ മുകളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്ഷനിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് നോർമലി തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് നല്ല കവറേജ് ആണ് കിട്ടാറ്. കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ പെർഫെക്ഷൻ അതിൻ്റെ മുകളിലൊരു വേർഡില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺസീലറാണ് ഇത്. ആക്ച്വലി എന്താ വെച്ചാൽ കൺസീൽ ചെയ്യാനും കോണ്ടോർ ചെയ്യാനും ഹൈലൈറ്റ് ചെയ്യാനും റീടച്ച് ചെയ്യാനും എല്ലാം മീൻസ് ഇതിൻ്റെ പുറകിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതങ്ങനെ ആഡ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ്. ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ കൺസീലർ മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഇവിടെയൊക്കെ കുറച്ച് പിമ്പിൾ മാർക്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഉള്ളത്. ഇത് ആക്ച്വലി റേറ്റ് കുറച്ച് അധികമാണ്. 2700 റേഞ്ചിൽ വരുന്ന ഒരു ഇതാണ്. നൈക്ക എന്നാണ് ഞാൻ ഇത് കൂടുതലും വാങ്ങാറ്. നൈക്കയിൽ സെയിലൊക്കെ വരുമ്പം ഒരു 2000 റേഞ്ചിലേക്ക് വരും. ഒരു 700 റുപ്പീസ് ഒക്കെ കുറഞ്ഞിട്ടൊക്കെ കിട്ടാറുണ്ട്. അടുത്തത് വന്നിട്ട് എനിക്ക് കാണിച്ചു തരാനുള്ളത് ഐബ്രോ എൻഹാൻസേഴ്സ് ആണ്. അതിൽ വരുന്ന ഒരു ഐബ്രോ പെൻസിലും ഒരു ഒരു ട്രാൻസ്പാരന്റ് ഐബ്രോ മസ്കാര എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ വരുന്നത് മേബിലിൻ്റെ ഫാഷൻ ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീം പെൻസിലാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ആക്ച്വലി ഗ്രേ ഷെയ്ഡാണ്. അപ്പോൾ ഗ്രേ ഷെയ്ഡ് എന്തുകൊണ്ടാണ് ഞാനിപ്പം കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ മുന്നേ ഒക്കെ ലൈറ്റ് ബ്രൗൺ ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേങ്കിൽ അത് എൻ്റെ നല്ല തിക്കായിട്ടുള്ള ഐബ്രോ ആയത് കാരണം ആ ബ്രൗൺ ആ ഒരു ബ്ലാക്കിനിടയിൽ ആ ബ്രൗൺ എടുത്ത് കാണുന്നുണ്ട്. മീൻസ് ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഗ്രേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. കുറച്ച് നല്ല ലൈറ്റ് ഗ്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരുന്നുണ്ടാകും. കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്കിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മേബിലിൻ്റെ ഒരു 150 റുപ്പീസ് ഒക്കെ വരില്ല. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സാധനമാണ്. ഭയങ്കര നല്ല പിഗ്മെൻറ്റഡ് എന്ന് ഞാൻ പറയില്ല. എനിക്ക് ആക്ച്വലി അങ്ങനെ അത്രയും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സാധനം ഇഷ്ടമല്ല. കാരണം അത് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കും. പക്ഷെങ്കിൽ നന്നായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. രണ്ടാമത്തെ ഇത് വന്നിട്ട് ഇത് മിസ് ക്ലെയറിൻ്റെ കളർ ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്പാരൻറ്റ് മസ്കാരയാണ്. ഈ സംഭവം നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് പിന്നെ നിർത്താൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ജെൽ ടൈപ്പിലാണ് വരിക. അപ്പോൾ നമ്മൾ ഐബ്രോ പെൻസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് ഇതിലൊരു ബ്രഷാണ് വരുന്നത്. ആ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഐബ്രോ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കില്ല നമ്മൾ. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു നാച്ചുറൽ ഫിനിഷോടെ നമുക്ക് നമ്മുടെ ഐബ്രോ പെൻസിൽ വെച്ച് എഴുതിയത് നല്ല രീതിയിൽ കിട്ടും. അതുപോലെ തന്നെ ഐബ്രോ നന്നായിട്ട് അവിടെ ഈ ഒരു ജെല്ല് നമ്മുടെ ഐബ്രോയിൽ ആവുന്നത് കാരണം തന്നെ നന്നായിട്ട് ഐബ്രോ അവിടെ സെറ്റായിട്ട് കിടക്കും. നമ്മുടെ ഹെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കില്ല, നല്ല സെറ്റായിട്ട് തന്നെ കിടക്കും. അടുത്തത് ഞാൻ ഐ ലൈനറാണ് കാണിച്ചിരുന്നത്. ഇത് ലോറിയലിൻ്റെ ഒരു സൂപ്പർ ലൈനർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈനറാണ്. ഇത് ആക്ച്വലി എനിക്ക് നൈക്കയിൽ നിന്ന് ഞാൻ ഇപ്പം നേരത്തെ കാണിച്ചു തന്ന പ്രൊഡക്ട്സ് നമ്മുടെ ടു ഫേസിൻ്റെ കൺസീലർ ഇതൊക്കെ വാങ്ങിയ സമയത്ത് എനിക്കൊരു ഫ്രീ കിട്ടിയൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷേങ്കിൽ ഇതിന് റേറ്റ് വന്നിട്ട് 799 ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 799 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഫ്രീ കിട്ടിയ സാധനം ഞാൻ പൊതുവേ അധികം മൈൻഡ് ചെയ്യാറില്ല. കാരണം അവർ മീൻസ് ഓൾഡ് സ്റ്റോക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഫ്രീ സാധനം ഇതാക്കുന്നത്. പക്ഷേങ്കിൽ ഈ സാധനം എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളറിലാണ് കിട്ടുന്നത്. നല്ലൊരു ഷൈനിങ്
ഷൈനി ആയിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ മാറ്റ് അല്ല വരുന്നത്, മാറ്റാണ് പക്ഷെങ്കിൽ അതിലൊരു ലൈറ്റ് ഒരു ഷൈനിങ് കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ? നല്ലൊരു ഇപ്പം ഒരിക്കൽ നമ്മൾ ഇതിൽ നിന്ന് ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 2 കണ്ണും എഴുതിയിട്ട് ഇതിൽ വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. വീണ്ടും വീണ്ടും ഇതിങ്ങനെ ഉള്ളിൽ ആക്കേണ്ട ആവശ്യം വരാറില്ല. അപ്പോൾ ഇതെനിക്ക് നല്ല വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള അടിപൊളി ഒരു ലൈനറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതെപ്പോഴും ഞാനിപ്പോൾ കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട്. പിന്നെ വന്നിട്ട് എൻ്റെ കറണ്ട് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു മേബിലിൻ്റെ സ്കൈ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മസ്കാരയാണിത്. കുറച്ച് മുന്നേ തുടങ്ങിയത് തന്നെയാണ് ഇതിൻ്റെ ഒരു ട്രെൻഡ്. ഇതിൻ്റെ ഒരു ബ്രഷൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ നോർമൽ ബ്രഷ് പോലെയുള്ള ഒരുപാട് ലെങ്തി ഇതിലല്ല വരുന്നത്. നന്നായിട്ട് വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലാഷസ് തീരെ ലാഷസ് ഇല്ലാത്തവർക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് പോവും. നല്ല വോളിയം തോന്നിക്കുന്നുണ്ട്. ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ നമ്മുടെ ലാഷസ് തമ്മിൽ പരസ്പരം സ്റ്റിക്കൊന്നും ആവാതെ നന്നായിട്ട് വിട്ട് നിൽക്കുന്നതന്നെ, പക്ഷെ നല്ല വോളിയം തോന്നിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലാഷസിൻ്റെ ലെങ്ത് ഒക്കെ പെട്ടെന്ന് കൂടിയ പോലെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഒക്കെ കിട്ടും. നല്ലൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള, നിങ്ങളിപ്പം എവിടെയെങ്കിലും ഫംഗ്ഷന് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് മുഖം കഴുകണം എന്നുണ്ടെങ്കിൽ മിക്കവാറും മസ്കാരേൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാം കൂടി ഒഴുകാൻ തുടങ്ങും അല്ലേ, ബ്ലാക്ക് കളറായിട്ട് ഫേസിൽ ഒഴുകാൻ തുടങ്ങും. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുഖം കഴുകാം, ഒന്നും ആവില്ല, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അടുത്ത വന്നിട്ട് നമുക്ക് ലിപ്സിലേക്ക് പോവാം അല്ലേ. ഞാനിപ്പോൾ നൈക്ക പിങ്ക് സെയിൽ വന്ന സമയത്ത് കുറേ നല്ല അഭിപ്രായം കണ്ടിട്ട് വാങ്ങിയൊരു ലിപ്സ്റ്റിക്കാണിത്. ഇത് ആക്ച്വലി ഇൻസൈറ്റിൻ്റെ ഒരു 24 hours എന്ന് പറഞ്ഞിട്ട് വരുന്ന മേക്കപ്പ് എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ലോങ് വെയർ ലിപ്സ്റ്റിക്കാണ്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 08 സ്റ്റേ ബേസിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ട് അതിങ്ങനെ ഒരു ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ട് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ കാണുന്നത്. ഞാൻ എപ്പോഴും ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളാണ്. കാരണം എനിക്ക് ട്രാൻസ്ഫർ പ്രൂഫായിട്ട് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കൂടുതൽ ഇഷ്ടം. ജസ്റ്റ് ആ ലുക്കിന് വേണ്ടി മാത്രം ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങാറില്ല. ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് അവേഴ്സ് നമ്മുടെ ലിപ്പിൽ അത് കിടക്കണം എന്നുള്ളതാണ്. എല്ലാ സ്കിൻ ടോണിനും പോകുന്നൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. ഒരുപാട് ഡ്രൈ ഒന്നും ആവുന്നില്ല ലിപ്സിൽ. ഇട്ട് കഴിഞ്ഞിട്ടൊരു 5 minutes കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നന്നായിട്ട് ഡ്രൈ ആവും. ഒരുപാട് ഡ്രൈ എന്ന് ഞാൻ പറയുന്നില്ല. ലിപ്സിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇട്ടിട്ടുണ്ടെന്ന് അങ്ങനെ ഭയങ്കര ഫീലൊന്നും വരാത്ത രീതിയിൽ നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു ക്യൂട്ട് ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇത് ആക്ച്വലി ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാത്ത സമയത്ത് ബെയർ ലിപ്സിൽ ഇടുന്ന ഒരു സാധനമാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് ആക്ച്വലി ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ എങ്ങനെയും നിങ്ങൾക്ക് ഇടാം കേട്ടോ. പക്ഷെങ്കിൽ ലിപ്സ്റ്റിക്ക് അന്നേരം ട്രാൻസ്ഫർ പ്രൂഫ് ആയിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ട്രാൻസ്ഫർ ആവാനുള്ള ചാൻസ് ഉണ്ട്. യെസ്, ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പോൾ അത് അത്ര ഒരു ഇതായിട്ടില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ട് വരുന്ന ഒരു ഇതാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് പോകാം. ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് പോകാം. പക്ഷേ ഇത് ഞാൻ ബെയർ ലിപ്സിലാണ് അപ്ലൈ ചെയ്യാറ്. ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒരു ടിംഗ്ലിങ് സെൻസേഷൻ ഉണ്ടാവും, ഒരു എരിച്ചൽ പോലെ ഉണ്ടാവും. പക്ഷേങ്കിൽ നന്നായിട്ട് നമ്മുടെ ലിപ്സ് ഇങ്ങനെ എടുത്ത് നിൽക്കാനും നല്ല ഇങ്ങനെ പംപ്ഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ലിപ് ഗ്ലോസ് ആണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഒരു കറണ്ട് ഫേവറേറ്റ് സാധനമാണ്. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടാത്ത സമയത്ത് ഇതെന്തായാലും ഇട്ടിട്ടുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫേസിൽ ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്, ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. മുഖം ഒന്ന് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ എന്താവുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഈ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ എത്രമാത്രം വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതും എത്രമാത്രം നല്ല പ്രൊഡക്ട്സും ആണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ വേർത്ത് കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാറില്ല കേട്ടോ. ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ മേക്കപ്പിന് എനിക്കൊന്നും പറ്റാറില്ല. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾ മുന്നോട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.